നമസ്കാരം. സൺഡേ മാഗസിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്നിയേരി നെടുമ്പയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാഹനയാത്ര സംഘടിപ്പിച്ചു. വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി സമാധാന യോഗം ചേർന്നു. കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന നരിപ്പറ്റ ഉള്ളിയൂറ പ്രദേശത്ത് ജലപ്രളയം. വാണിമേൽ വയൽപീടികയിൽ വാർഡ് തല കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് വിശേഷാൽ ഗ്രാമസഭ അക്ബർ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ടി.കെ. കുഞ്ഞബ്ദുല്ലയ്ക്ക് ആയിരങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വാർത്തകൾ വിശദമായി. പന്നിയേരി നെടുമ്പയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിലങ്ങാട് നിന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാഹനയാത്ര സംഘടിപ്പിച്ചു. വിലങ്ങാട് നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് എളുപ്പത്തിൽ എത്താവുന്ന പന്നിയേരി നെടുമ്പയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാഹനയാത്ര സംഘടിപ്പിച്ചു. ആദിവാസികളുടെ ഉന്നമനത്തിനും പ്രദേശത്തിന്റെ വികസനത്തിനും നിർദ്ദിഷ്ട റോഡ് ഗതാഗത യോഗ്യമാക്കേണ്ടതുണ്ടെന്ന് സ്ഥലം എം.എൽ.എ. ഇ.കെ. വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഫ്ലഡ് വകയിൽ കിട്ടിയ 10 ലക്ഷം രൂപ നിർദ്ദിഷ്ട റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നീക്കിവെച്ചതായി ചടങ്ങിൽ എം.എൽ.എ. പറഞ്ഞു. പഞ്ചായത്തുകൾ ഫണ്ടിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ആവുന്ന സേവനങ്ങൾ നിർദ്ദിഷ്ട റോഡിന് നൽകണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. വിലങ്ങാട് നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് എളുപ്പത്തിലെത്താവുന്ന പന്നിയേരി നെടുമ്പയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാഹനയാത്ര സംഘടിപ്പിച്ചു. കാലത്ത് 11 മണിക്ക് വിലങ്ങാട് ടൗണിൽ നിന്ന് ആരംഭിച്ച വാഹനയാത്രയുടെ പതാക സ്ഥലം എം.എൽ.എ. ഇ.കെ. വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ.കെ. മൂസ മാസ്റ്റർക്ക് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ വിലങ്ങാട് നിന്നും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ്, നെടുമ്പയിൽ, കൊട്ടിയൂർ, ഇരിട്ടി എന്നീ പ്രദേശങ്ങളിലേക്ക് എളുപ്പം എത്തിച്ചേരാവുന്ന വിലങ്ങാട് നെടുമ്പയിൽ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കർമ്മസമിതി പ്രവർത്തിച്ചു വരികയാണ്. ഇതിനിടെ കണ്ണൂർ ജില്ലയിലെ കോളയാട് പഞ്ചായത്തും കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ നിലവിലെ റോഡ് വീതി കൂട്ടി ടാറിംഗ് നടത്തുന്നതിന് വേണ്ടി ശ്രമം ആരംഭിച്ചെങ്കിലും സാങ്കേതിക തടസ്സങ്ങളാൽ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി നിലച്ചു പോവുകയായിരുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളുടെ ബഹുമാന്യരായ അംഗങ്ങൾ, ഭാരവാഹികൾ, നാടിന്റെ വികസനം ലാക്കാക്കി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യോജിച്ചു നിന്നുകൊണ്ട് ഈ ഐക്യപ്പെടലിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, മറ്റു പ്രിയ സുഹൃത്തുക്കൾ, സഖാവ് ജോസ് ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ ഭംഗിയായി ഇവിടെ വിവരിച്ചതുകൊണ്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. തീർച്ചയായും നമ്മുടെ ഈ തുടക്കം വിജയപഥത്തിലെത്തിക്കുവാൻ കൂട്ടായി നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലെ കുടുംബാംഗങ്ങളുടെ അവരുടെ തുടർ ജീവിതത്തിന് എല്ലാ അർത്ഥത്തിലും അനിവാര്യമായ റോഡാണ് ഇത്. അതിനോടൊപ്പം അടിവരയിട്ട് കൂട്ടി സൂചിപ്പിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അവിടെ മക്കൾ പഠിക്കണമെങ്കിൽ ഈ റോഡിന്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ഉച്ചഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ഏറ്റവും മർമ്മപ്രധാനമായ റോഡാണ് ഇത്. അധികാരികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഈ റോഡിന്റെ പരിഗണന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നതിന്റെ ഒരു തുടക്കം എന്ന നിലക്ക് ഫ്ലഡ് റോഡിൽപ്പെടുത്തിക്കൊണ്ട് ഒരു 10 ലക്ഷം രൂപ ഈ റോഡിന് നമുക്ക് ലഭിക്കും. നാളെ
നിയമസഭ ചേരുമ്പോൾ ബഹുമാന്യനായ മന്ത്രി തിരുവഞ്ചൂർ അതിന്റെ ഉത്തരവ് എനിക്ക് കൈമാറും എന്ന പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. ആ സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് അവരുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഫണ്ട് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഈ മഹത്തായ ഉദ്യമം വിജയപഥത്തിലെത്തിക്കാൻ കഴിയും. അതിന് കൂട്ടായി നമുക്ക് പരിശ്രമിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി സന്തോഷപൂർവ്വം നമ്മുടെ ഈ യാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതിനായി ഈ ശുഭ്ര പതാക, നമ്മുടെ റോഡ് മാപ്പ് ഉള്ള ഈ പതാക ഞാൻ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂസ മാസ്റ്ററെ സന്തോഷപൂർവ്വം നിങ്ങളുടെ അനുമതിയോടെ ഏൽപ്പിക്കട്ടെ. കോളയാട് എത്തിയ ജനപ്രതിനിധികളുടെ വാഹനയാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. വിലങ്ങാട് വെച്ച് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവിത്രൻ, VP കുഞ്ഞികൃഷ്ണൻ, ജോർജ് കുട്ടി, CK സുബൈർ, അഷ്റഫ് കൊറ്റാല എന്നിവർ പ്രസംഗിച്ചു. വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി സമാധാന യോഗം ചേർന്നു. അടിക്കിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പതാകകളും പോസ്റ്ററുകളും നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ലഘൂകരിക്കാനും സമാധാനം കാത്തുസൂക്ഷിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സമാധാന യോഗം ചേർന്നു. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പങ്കെടുത്തു. സമാധാന അന്തരീക്ഷം തകർക്കാൻ അവസരം നൽകണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിനൊരു പഞ്ചായത്ത് വിചാരിച്ചാൽ മാത്രമേ കഴിയൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി വിചാരിച്ചാൽ കഴിയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിചാരിച്ചാൽ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ ഇവരുടെ രാഷ്ട്രീയ നേതൃത്വം വിചാരിച്ചാൽ ഇതിന് സമാധാനം കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും പരിശ്രമവും ഈ മഹാദൗത്യത്തിന്റെ പിന്നാലെ ഉണ്ടാകണം. അത് ആരെങ്കിലും ഏൽപ്പിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ടതല്ല. നമ്മളാരും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പല അനിഷ്ട സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാറ്റടി ചില്ലറ രൂപത്തിൽ നമ്മുടെ പ്രദേശത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയിൽ നിന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഇതുപോലെയുള്ള ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നാടിന്റെ സമാധാനത്തെ വളരെ ശ്രദ്ധയോട് വീക്ഷിക്കുന്ന, അതിനുവേണ്ടി മുമ്പോട്ട് വന്നിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ശ്രമിക്കുകയാണ്. വാണിമേലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി അഭ്യസ്ത വിദ്യരും സാംസ്കാരിക ബോധമുള്ളവരുമൊക്കെ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും എന്നൊക്കെ പറയുന്നത് തികച്ചും സമാധാനത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് വാണിമേലിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു, നമ്മളാരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാലം. 73 മുതൽ 88 വരെയുള്ള ആ കാലഘട്ടം വാണിമേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുണ്ട ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ നമ്മുടെ കാർഷിക മേഖലകൾ വരെ അസമാധാനം നിലനിന്നിരുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നീണ്ട 15 വർഷക്കാലം അങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ നമുക്കുണ്ടായത് ഒരു 19 വർഷക്കാലത്തെ വളർച്ചയാണ് നമ്മുടേത് പിന്നോട്ടടിച്ചു പോയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇനി ഉണ്ടാകില്ല. നമ്മുടെ സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോയപ്പോൾ വാണിമേലിലെ നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിന്റെ പുറത്ത് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ പുറത്ത് പോലും റിസർച്ച് ചെയ്യുന്ന ആ ഒരു സ്കോളേഴ്സായിട്ട് മാറിയിട്ടുള്ള വളരെ വലിയ പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മനം കവരുന്ന വസ്ത്രവിസ്മയം ശോഭിക വെഡ്ഡിംഗ് കളക്ഷൻസ്, വളയം റോഡ്, ഭൂമിവാതുക്കൽ. വർണ്ണാഞ്ചിതമായ വസ്ത്രസ്വപ്നങ്ങൾക്ക് ഒരു സാഫല്യം. പട്ടുസാരികളുടെയും മികവുറ്റ വസ്ത്രങ്ങളുടെയും പ്രിയ സങ്കേതം. അനന്തവർണ്ണങ്ങളിൽ ചാലിച്ചെഴുതിയ ചാരുത. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വിശാല ശ്രേണി. ചുരിദാറുകളുടെ നിറഞ്ഞ കലവറ. നവവധുവിന്റെ ചുവടുകൾക്ക് കസവിന്റെ താളം പകർന്ന
വർണ്ണനാതീതമായ കല്യാണ സാരികളുടെ മഹോത്തര ശേഖരം, ഫാൻസി സാധനങ്ങളുടെയും പ്രസന്റേഷൻ സെറ്റുകളുടെയും പാദരക്ഷകളുടെയും കമനീയ ശേഖരം. ശോഭിക വെഡ്ഡിംഗ് കളക്ഷൻസ്, വളയം റോഡ്, ഭൂമിവാതുക്കൽ. ഫോൺ 0496256295. വാണിമേൽ വയൽപീടികയിൽ വാർഡുതല കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു. വാണിമേൽ വയൽപീടിക വാർഡുതല കോൺഗ്രസ് കമ്മിറ്റി യോഗം DCC സെക്രട്ടറി അരയില്ലത്ത് രവി ഉദ്ഘാടനം ചെയ്തു. പി അമ്മദ്കുട്ടി മാസ്റ്ററുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ ടി മൂസ മാസ്റ്റർ, PK ഹബീബ്, K കണ്ണൻ മാസ്റ്റർ, മുഹമ്മദ് അലി വാണിമേൽ, MK കുഞ്ഞബ്ദുല്ല എന്നിവർ സംസാരിച്ചു. അബ്ദുല്ല മാസ്റ്റർ ആയഞ്ചേരി ക്ലാസ് എടുത്തു. മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുമെന്നുള്ള പ്രഖ്യാപനം. പക്ഷേ ഇന്ന് പ്രഖ്യാപിച്ച സമരങ്ങളുടെ ഒക്കെ ഗതി നാളെ വരാനിരിക്കുന്ന സമരങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ദുഃസാക്ഷികളായി നിന്നുകൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥക്ക് നീളം കുറയുന്നു, സമരത്തിന് ആളെ കിട്ടാണ്ടിരിക്കുന്നു. മറ്റേ KSTA നേതാക്കന്മാർ കഴിഞ്ഞ കാലത്ത് പോലെ തന്നെ വട്ടവടി സ്കൂളിലൊക്കെ വന്ന് അധ്യാപക രംഗത്ത് അതിശക്തമായ യൂണിയൻ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നപ്പോ തിരിച്ചു പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. KSTA മെമ്പർഷിപ്പുള്ള അധ്യാപകന്മാർ പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് നേതാക്കന്മാരോട് ചോദിക്കുന്നു, 5 കൊല്ലം നിങ്ങളുടെ പിന്നാലെ നടന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 100 ദിവസം കൊണ്ട് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആ പാക്കേജ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്നു. ഞങ്ങൾ സമരം ചെയ്യാനില്ല. സമരത്തിന്റെ മാർഗങ്ങളൊക്കെ തന്നെ കൊട്ടിയടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ അവസരത്തിലാണ് ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സംസ്ഥാന തലത്തിൽ യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ഒരു മാസ്മര വിദ്യയുടെ ശക്തിയോടുകൂടി പോകുന്ന ഈ ഗവൺമെന്റിന്റെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഒരു കാരണവശാലും താഴെ തട്ടിലെത്താതെ പോകരുത്. ആ ഗവൺമെന്റിന്റെ കർമ്മപരിപാടികൾ ഓരോന്നും തന്നെ എടുത്ത് അതിൽ ഈ സംസ്ഥാനത്തിലുള്ള താഴെത്തട്ടിലുള്ള എല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയും കണ്ണികളാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ശ്രമം പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ട സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് KPCC മുതൽ താഴെ ബൂത്ത് തലത്തിൽ വരെയുള്ള സമ്മേളനങ്ങൾക്ക് രൂപം കൊടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഇതുപോലെ ഉള്ള യോഗങ്ങൾ ഈ രാജ്യത്ത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഉദയം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം കണ്ടവരാണ് നമ്മൾ. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി, ലോഹിയയുടെ സോഷ്യലിസ്റ്റ് പാർട്ടി അതിശക്തമായ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ രാജ്യത്ത് വേറുള്ള നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വേറുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അതിശക്തമായ ഘടകങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ജോർജ് ഫെർണാണ്ടസ് മുതൽ ഒരുപാട് നേതാക്കന്മാർ മുന്നോട്ട് പോയ കഴിഞ്ഞകാല ചരിത്രം നമ്മളോട് മറന്നുപോയിട്ടില്ല. കുടിവെള്ളക്ഷാമം നേരിടുന്ന നെരിപ്പറ്റ ഉള്ളിയൂറ പ്രദേശത്ത് ജലപ്രളയം. വാണിമേലിന് സമീപം നെരിപ്പറ്റ ഉള്ളിയൂറക്കുന്നിൽ കക്കൂസിന് കുഴിയെടുക്കുമ്പോൾ ജലപ്രളയം. കുളത്തിന്റെ കര കണ്ണന്റെ വീടിനോട് ചേർന്ന സ്ഥലത്ത് കക്കൂസിന് കുഴിവെട്ടിയപ്പോഴാണ് ഈ അത്ഭുത പ്രതിഭാസം സംഭവിച്ചത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശത്ത് കുടിവെള്ളത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടമോടുന്നതിനിടയിലാണ് നീരുറവ അത്ഭുതമായി പ്രത്യക്ഷപ്പെട്ടത്. മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചെങ്കിലും വീണ്ടും വെള്ളം നിറയുന്നതിനാൽ കുഴി കിണറാക്കി ഉപയോഗിക്കാനാണ് തീരുമാനം. അത്ഭുത നീരുറവ കാണാൻ വേണ്ടി പ്രദേശത്തേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. നോവായി നിറയുന്നു, നെഞ്ചിലാഴ്ന്നമരുന്നു മുനയുള്ള മൗനങ്ങൾ, ആർദ്രമൊരു വാക്കിന്റെ വേർപാടു നുരയുന്നു.
പ്രിയതരം വാക്കിന്റെ വേനൽ മഴത്തുള്ളി ഒടുവിലെത്തുന്നതും നോറ്റുപാഴ് സ്മൃതികളിൽ കാത്തിരിപ്പൊറ്റയ്ക്കു കാതോർത്തിരിക്കുന്നു, കാത്തിരിപ്പൊറ്റയ്ക്കു കൺവാർത്തിരിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോഴും കാത്തിരിപ്പൊറ്റയ്ക്ക് താഴെ ഒരൊറ്റയടിപ്പാതയറ്റത്തു വീഴും. നിഴൽ പരപ്പിന്നു കൺപാർക്കുന്നു എന്റെ മയക്കത്തിൽ. 2 കോല് കൊയ്ക്കുമ്പോഴേക്ക് വെള്ളം കണ്ടു. അതൊക്കെ നിർത്തി വെച്ചിട്ടത്. കുറ്റിക്കാരനെ വിളിച്ചാൽ പറഞ്ഞ് കിണറാക്കി കൊള്ളാൻ പറഞ്ഞു. അപ്പം റൗണ്ട് കെട്ടിയെടുത്ത് കിണറാക്കാനാവില്ല. താഴെ ഒരു കിണറുണ്ട്, അത് വെള്ളം കുറവാണ്. പണ്ട് ഇവിടെ കിണർ ചോദിച്ചാലും പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ 2 കോലിന് വെള്ളം കിട്ടി, ഇവിടെ അവര് നിർത്തി കളഞ്ഞതാ. ഇത്ര പെട്ടെന്ന് വെള്ളം കിട്ടിയ പണി വേഗം കഴിയുന്നത് ഇങ്ങനെയാ പറഞ്ഞു വരുന്നത്. തെരഞ്ഞോടിയെത്തുന്നു ആരെയോ ദൂരത്തു കണ്ട പോലാനന്ദമോദമോടെന്നെ വിളിച്ചുണർത്തിയിടുന്നു. മാപ്പിരക്കും മിഴി വീണ്ടുമോടിക്കുന്നു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് വിശേഷാൽ ഗ്രാമസഭ അക്ബർ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് ഗ്രാമസഭ പ്രമുഖ കഥാകൃത്ത് അക്ബർ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ വികാസം ഗ്രാമസഭയിൽ നിക്ഷിപ്തമാണെന്നും ഗാന്ധിയൻ ദർശനത്തിന്റെ ഭാഗമായി ഗ്രാമസഭകളെ നോക്കിക്കാണണമെന്നും അക്ബർ കക്കട്ടിൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK മൂസ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മാജിദ ഫർസാന, അഷ്റഫ് കൊറ്റാല, സുബൈർ ടി തുടങ്ങി പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. മനം കവരുന്ന വസ്ത്രവിസ്മയം ശോഭിക വെഡ്ഡിംഗ് കളക്ഷൻസ്, വളയം റോഡ്, ഭൂമിവാതുക്കൽ. വർണ്ണാഞ്ചിതമായ വസ്ത്രസ്വപ്നങ്ങൾക്ക് ഒരു സാഫല്യം. പട്ടുസാരികളുടെയും മികവുറ്റ വസ്ത്രങ്ങളുടെയും പ്രിയ സങ്കേതം. അനന്തവർണ്ണങ്ങളിൽ ചാലിച്ചെഴുതിയ ചാരുത. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വിശാല ശ്രേണി. ചുരിദാറുകളുടെ നിറഞ്ഞ കലവറ. നവവധുവിന്റെ ചുവടുകൾക്ക് കസവിന്റെ താളം പകർന്ന വർണ്ണനാതീതമായ കല്യാണ സാരികളുടെ മഹോത്തര ശേഖരം. ഫാൻസി സാധനങ്ങളുടെയും പ്രസന്റേഷൻ സെറ്റുകളുടെയും പാദരക്ഷകളുടെയും കമനീയ ശേഖരം. ശോഭിക വെഡ്ഡിംഗ് കളക്ഷൻസ്, വളയം റോഡ്, ഭൂമിവാതുക്കൽ. ഫോൺ 0496256295. പ്രൊഫസർ TK കുഞ്ഞബ്ദുല്ലക്ക് ആയിരങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വാണിമേൽ പ്രദേശത്തെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദധാരിയായ പ്രൊഫസർ TK കുഞ്ഞബ്ദുല്ലയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. മത സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ഭൂമിവാതുക്കലിലെ പ്രൊഫസർ തട്ടാങ്കണ്ടി കുഞ്ഞബ്ദുല്ല മൊകേരി ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായാണ് 1999 വിരമിച്ചത്. പ്രദേശത്തെ ആദ്യത്തെ ഗസറ്റഡ് ഓഫീസറും ഇദ്ദേഹമായിരുന്നതിനാൽ പ്രദേശവാസികൾക്കിടയിൽ ഇരട്ട പദവിയായിരുന്നു പ്രൊഫസർക്ക് ലഭിച്ചത്. മൊകേരി കോളേജിന് പുറമെ പട്ടാമ്പി, മടപ്പള്ളി കോളേജുകളിലും സേവനമനുഷ്ഠിച്ചിരുന്നു. വാണിമേൽ ക്രസന്റ് ഹൈസ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി, പുളപ്പറമ്പ് മസ്ജിദുൽ ഫുർഖാൻ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാട്ടുകാർക്കെന്ന പോലെ തന്റെ വിദ്യാർത്ഥികൾക്കും ഏറെ പ്രിയങ്കരനായിരുന്ന TKയുടെ മരണവാർത്തയറിഞ്ഞ് നിരവധി പേർ സ്ഥലത്തെത്തി. TKയുടെ വിയോഗത്തിൽ ക്രസന്റ് ഹൈസ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും അനുശോചിച്ചു. വാണിമേൽ വയൽപീടികയിൽ നടന്ന അനുശോചന യോഗത്തിൽ കായമക്കണ്ടി അഹമ്മദ് ഹാജി അധ്യക്ഷനായിരുന്നു. MA വാണിമേൽ, TP കുമാരൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വിവിധ വ്യക്തികൾ അനുശോചന യോഗത്തിൽ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പന്നിയേരി നെടുമ്പയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാഹനയാത്ര സംഘടിപ്പിച്ചു. വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി സമാധാന യോഗം ചേർന്നു. കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന നരിപ്പറ്റ ഉള്ളിയൂറ പ്രദേശത്ത് ജലപ്രളയം. വാണിമേൽ വയൽപീടികയിൽ വാർഡ് തല കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് വിശേഷാൽ ഗ്രാമസഭ അക്ബർ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ TK കുഞ്ഞബ്ദുല്ലയ്ക്ക് ആയിരങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി.
ഇതോടുകൂടി സൺഡേ മാഗസിൻ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം.